ദേ ഇന്നേ ഞാനൊരു ഉള്ളിവട കാണിച്ചു തരട്ടെ. സവാള വടയൊക്കെ പോലെയുള്ള സംഭവം തന്നെ. ഉള്ളി വട എന്നും പറയാം, ഉള്ളി ബോണ്ട എന്നും പറയാവേ. ഇവിടെ ഉള്ളി ബോണ്ട എന്നാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് പൊടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ കുഞ്ഞുള്ളിയാണ് ഇടുന്നത്, സവാളയും അല്ല ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് മെയിനായിട്ട് വേണ്ടത് കുറച്ച് കൂടുതൽ ഉള്ളി വേണം. ഇത് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി വേപ്പില. ഉള്ളി കൂടുന്തോറും ടേസ്റ്റ് കൂടും കേട്ടോ. ഇതെല്ലാവരും കൂടി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊരു സ്റ്റീൽ ഗ്ലാസ് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്തതില്ലേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തോട്ടും ആ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഒന്ന് എത്തട്ടെ. എന്നിട്ട് നന്നായിട്ട് പുട്ടിന് കണക്കണ പോലെ ആദ്യം ഒന്ന് ഇങ്ങനെ നനക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു 15 മിനിറ്റെങ്കിലും വെച്ചേക്കണേ. ഇതിനേലും കുറച്ചും കൂടി ടൈറ്റായിട്ട് വേണം കേട്ടോ കുഴക്കാനായിട്ട്. ഈ ഒരു പാകത്തിനാവുമ്പോൾ നമ്മളൊന്ന് കുഴച്ചില്ല. ആ സമയത്ത് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണോളം തൈര്, അധികം പുളിയില്ലാത്ത ഒരിത്തിരി തൈരും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ കണ്ടോ, തൈരും കൂടി ചേർത്തപ്പോൾ ഒരിത്തിരും കൂടി ലൂസായില്ലേ. അപ്പോൾ ഞാൻ തൈരിൻ്റെ കാര്യം വിട്ടുപോയി, പെട്ടെന്നാണ് ഓർത്തത്. അപ്പോൾ തൈരും കൂടി ചേർത്ത് കുറച്ചും കൂടി പൊടി ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ കണ്ട പൊടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബോൾസ് പോലെ ഉരുട്ടാൻ പറ്റണ ഒരു പാകത്തിന് വേണം കേട്ടോ. ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇതേ കണ്ടോ, ഇതേപോലെ ആ ഒരു ടൈറ്റ് വേണം കേട്ടോ. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ജസ്റ്റ് നമ്മുടെ കയ്യിലിട്ട് കാണിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണ ഒരു പാകം. നമ്മുടെ കയ്യിൽ ഒരിച്ചിരി വെള്ളം തടകിയിട്ട് വേണം കേട്ടോ കുറച്ചായിട്ട് ബോൾസ് നമ്മുടെ കൈ വിരലുകളിൽ ഇങ്ങനെ എടുക്കത്തില്ലേ, അതേപോലെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ എടുക്കാനായിട്ട്. അപ്പം ഇത് ചെറിയ ബോൾസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുപാട് വലിയ ബോൾസ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ചെറുതായിട്ടുള്ളതാണ് ഇഷ്ടം. ഒരുപാട് ഇങ്ങനെ വലുതായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ ഇഷ്ടമല്ല, എന്താണ്ടും പോലെ തോന്നണം എന്നൊക്കെ പറയും. അപ്പം എങ്ങനെ ചെറുതായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലോ അല്ല ഹൈ ഫ്ലെയിമിലോ അല്ല, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഇങ്ങനെ മൊരിച്ചെടുക്കാൻ. ഉള്ളും കൂടി വേകണമല്ലോ, അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കി തന്നെ എടുക്കുന്നുണ്ട്. ഏകദേശം നല്ലോണം തന്നെ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതേ അടുത്ത ബാച്ച് ഞാൻ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. മീഡിയത്തിലിട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടംപൊരിയുടെയൊക്കെ പോലെ ഇരിക്കില്ലേ, അതേപോലെ ഇരിക്കുന്നത്. ഇതേ കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ഇന്ന് രാവിലെ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ. ഒരാൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ രാത്രി കിടന്നത്. അപ്പോൾ ഇവ പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് ഞാനിവിടെ ചമ്മന്തിയും കൂട്ടിയാണ് കഴിക്കുന്നത്. ഇത് ഞാൻ തേങ്ങ അരച്ച ചമ്മന്തിയാണ്. ഇത് ബജ്ജിയുടെ ചമ്മന്തി ഉണ്ടാക്കത്തില്ലേ, അത് കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മോള് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് വേണമെന്നും പറഞ്ഞ് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ.